25ഓളം അമൂല്യമായിട്ടുള്ള ഗുണഗണങ്ങളുള്ള പഴങ്ങളും പച്ചക്കറികളും പ്രോബയോട്ടിക്കും അടങ്ങിയിട്ടുള്ള ഒരു അമൂല്യ പ്രൊഡക്റ്റാണ് ദിവാസി. ഓക്കെ, ആവശ്യമുള്ള വസ്തുക്കളെ ബ്ലഡിൽ നിന്നും വലിച്ചെടുക്കാൻ സെല്ലിനെ പ്രാപ്തനാക്കും. സെൽ ഡെത്ത് അത് കൃത്യമായിട്ട് സമയത്ത് നടക്കുകയും പുനർജീവനം നടക്കണം. സെൽ റെപ്ലിക്കേഷൻ, ഈ സെൽ റെപ്ലിക്കേഷനിൽ ഈ ഒരു പ്രോഡക്റ്റ് അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് തെളിവ് എന്ന് പറയുന്നത് അങ്ങനെ നമുക്കൊരു പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ ഭക്ഷണങ്ങളിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ബെസ്റ്റ് ഫുഡ് എന്ന് വേണമെങ്കിൽ ഇതിനെ ലിവാ സീക്രട്ടിനെ പറയാം. തീർച്ചയായും രണ്ട് രീതിയാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് പ്രകൃതിയിലേക്ക് മടങ്ങുക, അല്ലെങ്കിൽ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മൾ പ്രകൃതിയോട് ഇണങ്ങുന്ന ഇത്തരം പ്രൊഡക്റ്റുകളെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കോശങ്ങളിലുള്ള ഫ്രീ റാഡിക്കൽസിന്റെ വർദ്ധിച്ചു വരുന്നൊരു അളവാണ് ഈ ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതിന് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഫ്രീ റാഡിക്കൽസിനെ ഒഴിവാക്കണം എന്നുള്ളതാണ്. അതിന് നമ്മൾ ആന്റി ഓക്സിഡൻസ് ബോഡിയിലേക്ക് ചെല്ലണം. അപ്പം അത്തരം രീതിയിൽ അതിൽ നിന്നെല്ലാം ഒഴിവാവാനായിട്ട് നമ്മുടെ ബോഡിയുടെ ഫ്രീ റാഡിക്കൽസിനെ ഒഴിവാക്കുകയും ടോക്സിൻസിനെ റിമൂവ് ചെയ്യുകയും പ്രതിരോധശേഷി കറക്റ്റ് ആവുകയും ഹോർമോൺ ബാലൻസ് ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതെല്ലാം നടക്കാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എക്കണോമിക്കൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ദിവാ സീക്രട്ട്. അത് കഴിച്ചാൽ നമുക്ക് മനസ്സിലാവും ഏത് ഷുഗർ രോഗിയാണെങ്കിലും വെറും 10 ദിവസത്തിനുള്ളിൽ അവരിൽ മാറ്റങ്ങൾ കാണാൻ പറ്റും. മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളുകളാവട്ടെ, അതായത് വീട്ടമ്മമാരാവട്ടെ, വിദ്യാർത്ഥികളാവട്ടെ, റിട്ടയർഡ് ആൻസ് ആവട്ടെ, അങ്ങനെ ഏതൊരു കാറ്റഗറിയിലുള്ള ആളുകളുമാവട്ടെ, നിങ്ങൾക്കെല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കേരളം എല്ലാ മേഖലയിലും മുമ്പിട്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. എന്നാൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്ന സംസ്ഥാനം. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ വീടുകളൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ കിഡ്നി രോഗികൾ, ക്യാൻസർ രോഗികൾ, അങ്ങനെ പ്രഷർ, ഷുഗർ, അങ്ങനെയുള്ള ഒരുവിധം എല്ലാ അസുഖങ്ങളും നമ്മുടെ വീടുകളിൽ തന്നെയുണ്ട്. മുമ്പൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കായിരുന്നു, അവിടെ ഒരു കിഡ്നി രോഗിയുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത വീടുകളിൽ ഈ രോഗികൾ എന്നും നമ്മൾ കാണുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നു എന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു പ്രൊഡക്റ്റിനെയാണ് പരിചയപ്പെടുത്തുന്നത്. അത് നമുക്ക് പറഞ്ഞു തരാൻ നമുക്കൊരു ഡോക്ടർ തന്നെ നമുക്കൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റ് എന്തെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്തെന്നും അത് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ബെനിഫിഷ്യൽ ആകുമെന്ന് പറഞ്ഞു തരാൻ അതിൻ്റെ എല്ലാമായിട്ടുള്ള 3 വ്യക്തികൾ നമുക്കൊപ്പമുണ്ട്. അപ്പോൾ ഇവരെ എല്ലാവരെയും നമുക്കൊന്ന് പരിചയപ്പെടാം. ശേഷം എന്താണ് പ്രൊഡക്റ്റ് എന്നും ആ പ്രൊഡക്റ്റ് എത്രമാത്രം നമുക്കൊക്കെ ഉപകാരപ്രദമാവുമെന്നും നമുക്ക് മനസ്സിലാക്കാം. ഹൈ സർ, നമസ്കാരം. നമസ്കാരം. അപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ആദ്യം പേര് രാകേഷ് രവീന്ദ്രൻ. ഞാൻ കഴിഞ്ഞൊരു 25 വർഷത്തിലേറെയായിട്ട് മെഡിക്കൽ രംഗത്തുണ്ട്. ഇൻ്റർനാഷണൽ സുജോക്ക് അസോസിയേഷനിലെ അഥോറൈസ്ഡ് ലെക്ചററാണ്. മെഡിക്കൽ ഫീൽഡായിട്ട് മുന്നോട്ട് പോകുന്നു. ഓക്കെ സർ. എൻ്റെ പേര് രാജേഷ്, തൊടുപുഴയാണ് സ്വദേശം. ഞാൻ ഒരു 28 വർഷമായിട്ട് ആയുർവേദം മാനുഫാക്ചറിങ്ങും മാർക്കറ്റിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഓക്കെ സർ. എൻ്റെ പേര് രഘുനാഥ്. ഞാൻ ഫുഡ് സപ്ലിമെന്റ് രംഗത്ത് കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് വിവിധ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തിക്കൊണ്ടും ആരോഗ്യരംഗത്തെ സജീവമായ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവരെ 3 പേരെയും പരിചയപ്പെട്ടപ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണും, ആരോഗ്യപരമായിട്ടുള്ള രംഗത്തെ ഏറ്റവും കഴിവ് തെളിയിച്ചിട്ടുള്ള 3 വ്യക്തികളാണ്. അപ്പോൾ സർ, ആക്ച്വലി ഇന്ന് നമ്മുടെ പബ്ലിക്കിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് കൊടുക്കുന്ന ആ പ്രൊഡക്റ്റ് എന്താണ്? ബേസിക്കലി ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കോശങ്ങൾക്ക് വേണ്ട പോഷണം അല്ലെങ്കിൽ സെല്ലുലാർ നറിഷ്മെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ശരിക്കും ഒരു കോശം ആരോഗ്യപരമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഭക്ഷണം കോശത്തിന് ലഭിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും. നമ്മളൊരു മെഡിക്കൽ ടേമിൽ പറയുകയാണെങ്കിൽ ഫൈറ്റോ ന്യൂട്രിയൻസ് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമാണ്. അത് ലഭിക്കുന്നത് ചെടികളുടെ വേരുകളിൽ നിന്നും, തണ്ടുകളിൽ നിന്നും, ഇലകളിൽ നിന്നും, പൂക്കളിൽ നിന്നും, ഫലങ്ങളിൽ നിന്നുമാണ്. നിർഭാഗ്യവശാൽ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ ആളുകളുടെ ആരോഗ്യം കുറയാനായിട്ടുള്ള പ്രധാന കാരണം നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അങ്ങനെ സംഭവിച്ചപ്പോൾ ഈ ഫൈറ്റോ ന്യൂട്രിയൻസിന്റെ അഭാവം, ലാക്ക് ഓഫ് ഫൈറ്റോ ന്യൂട്രിയൻസ് നമ്മുടെ സെല്ലുകളെ ബാധിച്ചു. ഓക്കെ. ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാചകമാണ് ടോക്സിൻസ് നമ്മുടെ ബോഡിയിൽ കൂടുതലാണ്. അതെ. ഇപ്പോൾ ഈ ടോക്സിൻസ് നമ്മൾ നീക്കം ചെയ്യുകയാണെങ്കിൽ
ഡീടോക്സിഫിക്കേഷൻ, നമുക്ക് ഒരു ഉന്മേഷം, ഉണർവൊക്കെ ലഭിക്കുന്നതായിട്ട് നമുക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ കോശങ്ങളിലുള്ള ഫ്രീ റാഡിക്കൽസിന്റെ വർദ്ധിച്ചു വരുന്നൊരു അളവാണ് ഈ ക്യാൻസർ പോലുള്ള മാരകമായ അസുഖങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതിന് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഫ്രീ റാഡിക്കൽസിനെ ഒഴിവാക്കണം എന്നുള്ളതാണ്. അതിന് നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് ബോഡിയിലേക്ക് ചെല്ലണം. ഏറ്റവും കൂടുതൽ ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് നമുക്കറിയാം ഈ ബെറി ഫാമിലിയിൽപ്പെട്ട പഴങ്ങളിലും മറ്റു പച്ചക്കറികളിലൊക്കെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഉൽപ്പന്നം എന്നുള്ളത് ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജികൾ, ഇന്ന് സ്റ്റെം സെൽ എന്നുള്ളത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. വ്യക്തമായിട്ട് പലർക്കും അറിയില്ലെങ്കിൽ കൂടിയും സ്റ്റെം സെൽ തെറാപ്പി ഇന്ന് ലോകത്തിൽ വളരെയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും മാറില്ല എന്ന് പറയുന്ന പല അസുഖങ്ങളെയും അവരുടെ തന്നെ സ്വയം സ്റ്റെം സെല്ല് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പ്രത്യേക രീതിയിൽ എടുത്തുകൊണ്ടുള്ള ട്രീറ്റ്മെന്റിനെയാണ് സ്റ്റെം സെൽ തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ആ സ്റ്റെം സെല്ല് സൂക്ഷിച്ചു വെക്കണമെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ അവരുടെ അംബലിക്കൽ കോഡിൽ നിന്നും അല്ലെങ്കിൽ പുക്കൾ കോടിയിൽ നിന്നുമാണ് അത് കളക്ട് ചെയ്യുന്നത്. പ്രത്യേക രീതിയിൽ സൂക്ഷിച്ചു വെക്കണം. നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അത് സൂക്ഷിക്കാനുള്ള സൗകര്യം കിട്ടിയിട്ടില്ല. എന്നാൽ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ജീവനുള്ള ഈ പഴങ്ങളിലാണെങ്കിലും പച്ചക്കറികളിലാണെങ്കിലും എല്ലാത്തിലും ഈ സ്റ്റെം സെല്ലുണ്ട്. ആ പഴങ്ങളുടെ സ്റ്റെം സെല്ല് എടുത്തുകൊണ്ട് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പോലെ നമുക്ക് നമ്മുടെ സ്റ്റെം സെല്ലിന്റെ അത്രയും വന്നില്ലെങ്കിലും ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ ദിവ സീക്രട്ടിന്റെ സൂപ്പർ സെല്ല് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ദിവ സൂപ്പർ സെൽ എന്ന് പറയുന്നത്. ആ പഴങ്ങൾ 25ഓളം അമൂല്യമായിട്ടുള്ള ഗുണഗണങ്ങളുള്ള പഴങ്ങളും പച്ചക്കറികളും പ്രോബയോട്ടിക്കും അടങ്ങിയിട്ടുള്ള ഒരു അമൂല്യ പ്രൊഡക്റ്റാണ് ദിവ സീക്രട്ട്. ഇപ്പോൾ ആക്ച്വലി ഈ ഒരു പ്രൊഡക്റ്റ് ഈ പ്രൊഡക്ഷനൊക്കെ നടത്തുന്നത് എവിടെയാണ്, അല്ലെങ്കിൽ ഇത് എവിടെയാണ് ഇതിന്റെ ഒറിജിൻ? ആക്ച്വലി ഈ സ്റ്റെം സെല്ലിനെ പറ്റിയുള്ള കൂടുതൽ പഠനങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നത് മലേഷ്യ എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യത്താണ്. ഈ നമ്മളുടെ ദിവ സീക്രട്ടും ഒറിജിൻ ആയിട്ടുള്ള മലേഷ്യയിലാണ്. ഈ ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് നമ്മൾ ഇതിലേക്കായിട്ട് ഉപയോഗിക്കുന്നത്. മലേഷ്യയാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത, ഞാൻ കണ്ട പ്രത്യേകത, ഈ ഒരു ഉൽപ്പന്നം ആദ്യമായിട്ട് ഞാൻ ഉപയോഗിച്ചു. എനിക്ക് അത്ഭുതകരം, എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത റിസൾട്ട് കിട്ടിയെന്നുള്ളതാണ്. പിന്നെ ഞാൻ കണ്ട പ്രത്യേകത, നമ്മുടെ ഈ കമ്പനിയെ സംബന്ധിച്ച് ഒരേ ഒരു ഉൽപ്പന്നമാണുള്ളത്. ഈ ഒരു ഉൽപ്പന്നം വെച്ചുകൊണ്ട് അവർ കഴിഞ്ഞ 3 വർഷം കൊണ്ട് 40 രാജ്യങ്ങളിലേക്ക് സപ്ലൈ എത്തി എന്നുള്ളതാണ്. 40 രാജ്യങ്ങളിലേക്ക് ഒരേ ഒരു പ്രൊഡക്റ്റ് ആണ്. അത് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലും ഇത് സപ്ലൈ ഉണ്ട്. കാനഡ പോലുള്ള രാജ്യങ്ങളിലും ജപ്പാൻ ആണെങ്കിലും അങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം നമ്മൾ സപ്ലൈ ചെയ്യുന്നു. അതിൽ വലിയൊരു അഡ്വാൻറ്റേജ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഇതിപ്പോ നമുക്ക് പറയാം ഒരു വെൽനെസ് പ്രൊഡക്റ്റ് ആണ് അല്ലേ? തീർച്ചയായും. അപ്പോൾ പിന്നെ നമ്മൾ പല ആളുകളും ചോദിക്കും, ഇനിയിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വീഡിയോ ചെയ്യുകയാണ്, അപ്പോൾ ഇത് എന്തിനൊക്കെയാണ് പറ്റുക, അല്ലെങ്കിൽ ഏത് തരം ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും, എന്തിനൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും, എന്തൊക്കെ അസുഖങ്ങൾ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്, അതൊന്ന് സാർ പറയാമോ? തീർച്ചയായും. ബേസിക്കലി ഞാൻ പലപ്പോഴും പലരോടും ചോദിക്കാറുണ്ട് നമ്മുടെ ജീവിതം എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ പല പർപ്പസ് അവർ പറയാറുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഒരു ഒറ്റ ഉത്തരവാണ് ഇതിനുള്ളൂ, സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളത്. ലൈഫ് എന്തിനാണെന്ന് ചോദിച്ചാൽ പണം സമ്പാദിക്കലോ ജോലിയോ കാര്യങ്ങളോ ഒന്നുമല്ല, ഇതെല്ലാം വരുന്നത് സന്തോഷമായിട്ടിരിക്കുക. തീർച്ചയായിട്ടും ആരോഗ്യമില്ലാത്തൊരു ശരീരത്തിൽ സന്തോഷം ഉണ്ടാവില്ല. രണ്ടാമത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നുണ്ട് സൈക്കോസൊമാറ്റിക് ഡിസീസുകൾ, അത് നമ്മുടെ ചിന്തകൾ കൊണ്ട് വരാവുന്ന അസുഖങ്ങൾ. പ്രത്യേകിച്ച് നമ്മുടെ അഭ്യസ്ത വിദ്യയിലുള്ള കേരളത്തിലാണ് കൂടുതൽ ആളുകൾ ഈ ഹൃദയത്തിന്റെ പ്രശ്നമാണെങ്കിലും മറ്റു രോഗങ്ങളാണെങ്കിലും വരുന്നത്. അതിൽ ഒരു ഘടകം തെറ്റായ ഭക്ഷണ രീതിയാണ്. രണ്ടാമത്തെ ഘടകം നമ്മളുടെ ചിന്താരീതി, ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ബേസിക്കലി ഈ ഒരു ഉൽപ്പന്നം നമ്മളുടെ സെല്ലുലാർ നറീഷ്മെന്റ് എന്ന് പറയുമ്പോൾ സെല്ലുകളിലേക്ക് ഇറങ്ങി ചെല്ലുകയും സെല്ലുകൾക്ക് വേണ്ട പോഷണം കൊടുക്കുകയും ഇതിലെ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള വസ്തുത ഇമോഷണൽ ആയിട്ടുള്ളൊരു ഹാർമണി വരാനായിട്ട് ഇതിന് സാധിക്കും. അതൊരു റയർ ആയിട്ടുള്ള സംഭവമാണ്. എൻ്റെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇമോഷണൽ ഹാർമണൈസേഷൻ വരുത്താൻ ഒരു ഫുഡ് പ്രൊഡക്റ്റിന് സാധിക്കുക. അതുപോലെ തന്നെ സെല്ലിന്റെ സെല്ലുലാർ നമ്മുടെ മെംബ്രെയിൻ, സെൽ മെംബ്രെയിന്റെ പെർമബിലിറ്റി, ഈ പെർമബിലിറ്റിയിലൊരു കറക്ഷൻ വരുന്ന സമയത്ത് കൂടുതൽ ആവശ്യമുള്ള വസ്തുക്കളെ ബ്ലഡിൽ നിന്നും വലിച്ചെടുക്കാൻ സെല്ലിനെ പ്രാപ്തനാക്കും. അതുകൂടാതെ തന്നെ ഈ നമുക്കറിയാം കോശമരണം, സെൽ ഡെത്ത്, അത് കൃത്യമായിട്ട് സമയത്ത് നടക്കുകയും പുനർജീവനം നടക്കണം. സെൽ റെപ്ലിക്കേഷൻ,
ഈ സെൽ റെപ്ലിക്കേഷനിൽ ഈ ഒരു പ്രോഡക്റ്റ് അത്ഭുതകരമായിട്ടുള്ള റിസൾട്ടാണ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് തെളിവ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഈ ഒരു ഉൽപ്പന്നം കഴിക്കുന്നതിന് മുൻപ് തന്നെ നമ്മളുടെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുകയാണെങ്കിൽ ഈ ഉൽപ്പന്നം കൃത്യമായിട്ട് കഴിച്ച് ഒരു 10 ദിവസം കൊണ്ട് തന്നെ വീണ്ടും ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ 2 ഫോട്ടോയും കമ്പയർ ചെയ്താൽ അതിന് മാറ്റം കാണാം ഉണ്ടായിരിക്കും. കഴിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകത, പിന്നെ എന്തെങ്കിലും എങ്ങനെയാണ് ഇത് കഴിക്കുന്നത്? കഴിക്കേണ്ട രീതി ഇത് വെറും വയറിലാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. എണീറ്റ ഉടനെ തന്നെ നാക്കിനടിയിൽ സബ്ലിങ്കൽ ഗ്ലാൻഡിലേക്ക്, നാക്കിനടിയിൽ പൗഡർ ഫോമിലാണ് അത് ഇട്ട് വെക്കണം. ഒരു 15 മിനിറ്റ്, മിനിമം 10 മിനിറ്റ് എങ്കിലും ഹോൾഡ് ചെയ്യണം. ഉമിനീരായിട്ട് മിക്സ് ആവും. അത് 10 മിനിറ്റ് ശേഷം വയറ്റിലേക്ക് ഇറക്കാവുന്നതാണ്. അതിന്റെ ഗുണം എന്താണെങ്കിൽ സലൈവറി ഗ്ലാൻഡ് ത്രൂ വരുന്ന കാപ്പിലറീസിലേക്ക് നേരിട്ട് ഇതിന്റെ പോഷണം ഇറങ്ങുകയും സെല്ലുകൾക്ക് പെട്ടെന്ന് ഇത് ഉപയോഗിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഓക്കെ. ഇതിപ്പോ നമ്മളിപ്പോ പിന്നെ രാവിലെ മോർണിംഗിൽ ബ്രഷ് ചെയ്യുന്നേക്കാൾ മുമ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് കൂടുതൽ നല്ലത്. ചില ആളുകൾക്ക് ഇപ്പോൾ അതിനോട് താല്പര്യമില്ലെങ്കിൽ അവരവരുടെ യുക്തി പോലെ ചെയ്യാവുന്നതാണ്. ബ്രഷ് ചെയ്ത് ചെയ്യുന്നതിനും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഏറ്റവും നല്ലത് ബ്രഷ് ചെയ്യുന്നേക്കാൾ മുമ്പ് ചെയ്യുന്നതാണ്, സലൈവടക്കം ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഇതിലിപ്പോ പിന്നെ ഇനി നമുക്കറിയേണ്ടത് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട്, ഇപ്പോൾ നമുക്ക് മലേഷ്യയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇതൊക്കെ നമുക്ക് ഹെൽത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കുമോ എന്ന്, സൈഡ് എഫക്റ്റുകൾ വല്ലതും ഉണ്ടാക്കുമോ എന്നുള്ളത് എന്താണ് സർ പറയുന്നത്? തീർച്ചയായിട്ടും ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഇതിൽ നിങ്ങൾക്കൊരു മെഡിസിൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. തീർച്ചയായിട്ടും ഒരു ഭക്ഷണമായതുകൊണ്ട് തന്നെ മെഡിസിൻ വിഭാഗത്തിൽ പെടുന്നില്ല. ഓക്കെ, എങ്കിൽ